കേരളത്തിൻ്റെ തെക്ക് തിരുവനന്തപുരം ജില്ലയിൽ കാട്ടാക്കട താലൂക്കിൽ ഉൾപ്പെട്ട ഒറ്റശേഖരമംഗലം ഗ്രാമപഞ്ചായത്തിലെ ഒരു കൊച്ചു ഗ്രാമം പൂഴനാട്. സാമൂഹിക സാംസ്കാരിക രംഗത്തെ വൈവിധ്യം കൊണ്ടും കാർഷിക വ്യാവസായിക വാണിജ്യ വിപണന രംഗങ്ങളിലെ സമ്പന്നത കൊണ്ടും ഈ പഞ്ചായത്തിലെ മറ്റു പ്രദേശങ്ങളിൽ നിന്നും ഏറെ മുന്നിലാണ് പൂഴനാട്. ആരോഗ്യമേഖലയിലെ ഈ പ്രദേശത്തിൻ്റെ വളർച്ച ഇതര പഞ്ചായത്തുകളിലെ പ്രദേശങ്ങളെപ്പോലും പിന്നിലാക്കിയിരിക്കുന്നു. വിദ്യാസമ്പന്നരും സർക്കാർ ഉദ്യോഗസ്ഥരും ഈ പഞ്ചായത്തിലെ മറ്റ് പ്രദേശങ്ങളെക്കാൾ കൂടുതലാണ് പൂഴനാട്ട്. ഇതിന് പ്രധാനമായും വഴിയൊരുക്കിയത് ഇവിടുത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ്. ഞാനടങ്ങുന്ന 1965-66 കാലങ്ങളിൽ ജനിച്ച കുട്ടികളാണ് നമ്മുടെ SSN UPSലെ ആദ്യത്തെ വിദ്യാർത്ഥികൾ. അന്ന് പൂഴനാട് LPGSും കുന്നനാട് LPSുമാണ് ഉള്ളത്. LPGS പൂഴനാടിൽ നിന്ന് 5ാം ക്ലാസ് കഴിഞ്ഞാൽ 10, 11, 12 വയസ്സുള്ള കുട്ടികൾ 4-5 കിലോമീറ്ററോളം നടന്ന് ഒറ്റശേഖരമംഗലത്ത് പോകണം. മറിച്ച് വേറൊരു ഓപ്ഷനുമില്ല അവർക്ക്. അതുകൊണ്ട് തന്നെ പലരും 5ാം ക്ലാസ്സോ 4ാം ക്ലാസ് കഴിയുമ്പോൾ പഠനം ഉപേക്ഷിക്കുകയാണ് പതിവ്. എൻ്റെ കൂടപ്പിറപ്പുകൾ 3 പേരുണ്ട്. ഞാൻ 4ാമത്തെ ആളാണ്. എൻ്റെ മൂത്ത സഹോദരങ്ങളെല്ലാം ഈ സാഹചര്യത്തിൽ 4ാം ക്ലാസ്സിലും 5ാം ക്ലാസ്സിലുമൊക്കെ പഠനം ഉപേക്ഷിച്ചവരാണ്. എന്നാൽ എനിക്ക് ആ ദൗർഭാഗ്യമുണ്ടായില്ല. അതിന് കാരണം 1976 ആരംഭിച്ച സിദ്ദി സാഹിബ് മെമ്മോറിയൽ അപ്പർ പ്രൈമറി സ്കൂൾ ആണ്. ഇതിൻ്റെ പണി തുടങ്ങുന്ന, അതിൻ്റെ ബേസ്മെൻറ്റിൻ്റെ വർക്ക് തുടങ്ങുന്നത് മുതൽ എൻ്റെ കണ്ണിന് മുമ്പിൽ ഈ പണി നടക്കുന്നത് ഞാൻ സാക്ഷിയായിട്ടുണ്ട്. 1976 മധ്യവേനൽ അവധിക്കാലത്താണ് ഇതിൻ്റെ പണി നടക്കുന്നത്. മിക്കവാറും സമയങ്ങളിൽ ആ പണി സൈറ്റിൽ കൗതുകത്തോടെ കാഴ്ചക്കാരനായ ഒരു കുട്ടി, ഞാനടക്കം ഒരു സമൂഹം അവിടെ, കുട്ടികളുടെ ഒരു സമൂഹം അവിടെ എപ്പോഴും ഉണ്ടാകുമായിരുന്നു. തുടർന്ന് 76 ജൂൺ മുതൽ ഞാൻ 6ാം ക്ലാസ്സിലും കുന്നനാട് സ്കൂളിൽ നിന്ന് 4ാം ക്ലാസ് പൂർത്തിയായ എൻ്റെ കൂട്ടുകാർ 5ാം ക്ലാസ്സിലുമായിട്ടാണ് ഇവിടെ പഠനം ആരംഭിച്ചത്. ഞങ്ങളെ പഠിപ്പിക്കാൻ വന്ന അധ്യാപകർ ഈ സമീപ പ്രദേശത്തുണ്ടായിരുന്നത് മൈലക്കരയിൽ നിന്നും ലീലകുമാരി ടീച്ചർ, മണ്ഡപത്തിൻകടവിൽ നിന്ന് സോളമ സാറ്, പിന്നെ ഈ സ്കൂളിൻ്റെ എല്ലാമായ സുരേന്ദ്ര സാർ. പക്ഷേ ബാക്കി ആൾക്കാരെല്ലാം വനിതകളാണ്. ടീച്ചർമാരെല്ലാം വനിതകളാണ്. അവരെല്ലാം വിദൂര സ്ഥലങ്ങളിൽ നിന്നാണ് വന്നത്. അന്ന് ഈ നാട്ടിൽ എത്തിച്ചേരാൻ രാവിലെ നെയ്യാറ്റിൻകരയിൽ നിന്ന് പുറപ്പെട്ട് നെയ്യാർ ഡാമിൽ എത്തുന്ന ഒരു ബസ്സും വൈകുന്നേരവും ഇതുപോലെ നെയ്യാർ ഡാമിൽ വന്ന് തിരിച്ചു പോകുന്ന ഒരു ബസ്സുമാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് എല്ലാവരും കുറഞ്ഞത് മണ്ഡപത്തിൻകടവിൽ ഇറങ്ങിയെങ്കിലും നടന്നു വേണം ഈ സ്കൂളിലെത്താൻ. അന്ന് ഇത്രയും ദുരിതപർവ്വങ്ങൾ താണ്ടി ഇവിടെ അധ്യാപകരായി സേവനമനുഷ്ഠിച്ചവരുടെ സഹനശക്തിയെ
ഇന്ന് ഓർക്കുമ്പോൾ എത്ര നമിച്ചാലും മതിയാവില്ല. എന്നെ സംബന്ധിച്ച് 5ാം ക്ലാസ് വരെ പഠിക്കുമ്പോൾ ഞാൻ ഒരു ശരാശരിയിലും താഴെ ഒരു കാര്യത്തിലും ശ്രദ്ധിക്കപ്പെടുന്ന തരത്തിലുള്ള ഒരു കുട്ടിയായിരുന്നില്ല. 2 മാർക്കും 3 മാർക്കും ഒക്കെ കിട്ടുന്ന ഒരു ഏറ്റവും താഴ്ന്ന നിലവാരത്തിൽ മാത്രമുള്ളൊരു കുട്ടിയായിരുന്നു. പക്ഷേ ഈ സ്കൂളിൽ വന്നത് മുതലാണ് എന്നിൽ വിദ്യാഭ്യാസത്തിൻ്റെ ആഴവും പരപ്പും ബോധ്യമാകുന്ന തരത്തിൽ, വളർത്തിയെടുക്കുന്ന തരത്തിൽ ഇവിടുത്തെ അധ്യാപകർ ഒരു നിമിത്തമായത്. പ്രൈമറി സ്കൂളുകൾ മാത്രമുണ്ടായിരുന്ന പൂഴനാടിൽ 1976 ഒരു അപ്പർ പ്രൈമറി സ്കൂൾ സ്ഥാപിതമായി. സ്വാതന്ത്ര്യ സമര സേനാനിയും മതപണ്ഡിതനും സാമൂഹിക സാംസ്കാരിക രംഗത്ത് ജ്വലിച്ചു നിന്ന വള്ളക്കടവ് സ്വദേശിയുമായ VK സുബൈർ കുഞ്ഞ് മൗലവി സ്ഥാപക മാനേജരായി 1976 ജൂൺ 1 സ്കൂൾ പ്രവർത്തനം ആരംഭിച്ചു. കള്ളിക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന R ബാലകൃഷ്ണപിള്ള പ്രവർത്തനോദ്ഘാടനം നിർവഹിച്ച് 105 കുട്ടികളുമായി യാത്ര തുടങ്ങിയ സീതി സാഹിബ് മെമ്മോറിയൽ അപ്പർ പ്രൈമറി സ്കൂൾ അങ്ങനെ പൂഴനാടിൻ്റെയും സമീപ പ്രദേശങ്ങളിലെയും വിദ്യാർത്ഥികൾക്ക് അറിവിൻ്റെ പുതിയ പാഠങ്ങൾ പകർന്ന് മുന്നേറാൻ തുടങ്ങുകയായിരുന്നു. നമസ്കാരം. പൂഴനാട് എന്ന കൊച്ചു ഗ്രാമത്തെ അക്ഷരത്തിൻ്റെ, അറിവിൻ്റെ ലോകത്തേക്ക് കൈപിടിച്ചുയർത്തിയ സാധാരണക്കാരായ, നമ്മെപ്പോലെ സാധാരണക്കാരായ കുടുംബങ്ങളിലെ കുഞ്ഞുങ്ങൾ പഠിക്കുന്ന വിദ്യാലയമാണ് SSM UPS. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ സ്കൂളിൽ തന്നെ പഠിച്ച് ഇവിടെ ജോലി ചെയ്യാൻ സാധിക്കുന്നതിൽ വളരെയധികം ഞാൻ അഭിമാനിക്കുന്നു. കാരണം നമ്മൾ പഠിച്ച ആ ഒരു അന്നത്തെ നിലവാരം എന്ന് പറയുമ്പോൾ അന്നത്തെ സൗകര്യങ്ങളല്ല ഇന്ന്. വിദ്യാഭ്യാസത്തിന് വേണ്ടി മാറിവരുന്ന സർക്കാരുകൾ ധാരാളം പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്. ഇന്നത്തെ കുട്ടികൾ ഒരു കാര്യത്തിനും ഒരു ബുദ്ധിമുട്ടില്ലാതെയാണ് സ്കൂളിൽ നിന്ന് വിദ്യാഭ്യസിക്കുന്നത്. അപ്പോൾ നമ്മുടെ വിദ്യാലയത്തെ പറ്റി പറയുകയാണെങ്കിൽ ഓരോ കുട്ടിയിലും അന്തർലീനമായിരിക്കുന്ന സർഗവാസനകളെ കണ്ടെത്തി അവയെ തിരിച്ചറിഞ്ഞ് അവർക്ക് വളരുവാൻ വേണ്ട പ്രോത്സാഹനം നൽകി അവരെ സമൂഹത്തിൻ്റെ മുൻനിരയിലെത്തിക്കുകയാണ് ഞങ്ങൾ ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ കുട്ടികളിലുള്ള പോരായ്മകളെ കണ്ടെത്തി അവർക്ക് വേണ്ട തിരുത്തലുകളും അവർക്ക് വേണ്ട ശേഷികൾ, അവർക്ക് ആർജിക്കേണ്ട ശേഷികളും നൽകുന്നതിൽ നന്നായിട്ട് പ്രവർത്തിക്കുന്ന ഒരു അധ്യാപക വൃന്ദം തന്നെ നമ്മുടെ വിദ്യാലയത്തിനുണ്ട്. കൂടാതെ നല്ലൊരു PTA, ശക്തമായൊരു PTAയും നമ്മുടെ സ്കൂളിലുണ്ട്. നല്ലവരായ നാട്ടുകാരുടെ സഹകരണവും നമ്മുടെ വിദ്യാലയത്തിലുണ്ട്. ഈ 50ാം വാർഷികം ആഘോഷിക്കുന്ന ഈ വേളയിൽ ഇനി വരും വർഷങ്ങളിലും ഇതുപോലുള്ള നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ കഴിയട്ടെ എന്ന് ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. SSM UPSലെ ആദ്യത്തെ പ്രഥമ അധ്യാപകനായിരുന്ന ശ്രീ N സുരേന്ദ്രനൊപ്പം VK സോളമൻ, J ഓമന, T ബേബിയമ്മ, S ലീലകുമാരി, V നിർമ്മലാദേവി, L സുലോചന എന്നീ അധ്യാപകരും ഒത്തുചേർന്ന് അറിവിൻ്റെ അനന്തമായ ലോകം വിദ്യാർത്ഥികൾക്കായി തുറന്നു കൊടുക്കുകയായിരുന്നു. അധ്യാപകർക്കൊപ്പം പാഠ്യേതര പ്രവർത്തനങ്ങളിൽ സ്കൂൾ സജീവമാക്കാൻ പ്യൂൺ M മുഹമ്മദ് ബഷീറും ചേർന്നതോടെ SSM UPS വിജ്ഞാനത്തിൻ്റെ വിസ്മയ ലോകം നാടിനു മുന്നിൽ തുറന്നു നൽകുകയായിരുന്നു. തുടർന്നുള്ള കാലയളവിൽ സ്കൂൾ പ്രവർത്തനങ്ങളെ ധന്യമാക്കിയ അധ്യാപക അനധ്യാപകരിൽ ചിലർ. സ്കൂൾ പ്രവർത്തനം തുടങ്ങിയ ആദ്യ വർഷം തന്നെ സബ് ജില്ലാ ശാസ്ത്രമേളയിൽ 1ാം സ്ഥാനം കരസ്ഥമാക്കാനായത് ചരിത്ര നേട്ടമായി ഇന്നും തെളിഞ്ഞു നിൽക്കുന്നു. പഠനത്തിനൊപ്പം കലാ, കായിക, സാമൂഹിക ഇടപെടലുകളിൽ
വിദ്യാർത്ഥികൾക്ക് താങ്ങായും തണലായും മാറാൻ ഈ വിദ്യാലയത്തിന് കഴിഞ്ഞിട്ടുണ്ട്. സംസ്ഥാന സ്കൂൾ കലോത്സവങ്ങളിൽ പലപ്പോഴായി 1ാം സ്ഥാനം കരസ്ഥമാക്കി SSM-UPS കുതിപ്പ് തുടങ്ങിയപ്പോൾ ഈ വിദ്യാലയത്തിൽ നിന്നും കലാരംഗത്തെത്തിയവരും നിരവധി. ഞാൻ SSM-UPS സ്കൂളിൽ 5ാം ക്ലാസ്സിലാണ് ആദ്യമായിട്ട് വരുന്നത്. 1981 കാലഘട്ടങ്ങളിൽ ഈ സ്കൂളിൽ ഞങ്ങളോടൊപ്പം ഒരുമിച്ച് പഠിച്ച അനവധി വിദ്യാർത്ഥികൾ ഇന്ന് ലോകം അറിയപ്പെടുന്ന, സമൂഹം അറിയപ്പെടുന്നവരായി മാറിയിരിക്കുകയാണ്. അതിന് അടിസ്ഥാനം ഈ പൂഴനാട് 80കളിൽ 70കളിൽ നിലവിൽ വന്ന ഈ SSM-UP സ്കൂൾ തന്നെയാണ്. കലാപരമായും കായികപരമായും വിദ്യാഭ്യാസപരമായും അതുപോലെ തന്നെ വ്യാവസായികമായും എല്ലാം അന്ന് ഈ വിദ്യാലയത്തിൽ പഠിച്ച, എൻ്റെ കൂടെ പഠിച്ച കുട്ടികളായാലും എനിക്ക് ജൂനിയേഴ്സായിട്ട് വന്നവരായാലും വളരെയധികം സമൂഹത്തിന് അല്ലെങ്കിൽ പ്രദേശത്തിന് എൻ്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു. ഇവിടെ ഇരുന്ന അധ്യാപകരെല്ലാം തന്നെ ഞങ്ങളോട് വളരെ സൗഹാർദ്ദപരമായ, സ്നേഹപരമായ പെരുമാറ്റമാണ് പെരുമാറിയത്. അതുപോലെ തന്നെ സംസ്കൃതം പഠിപ്പിച്ച ടീച്ചറാണെങ്കിൽ ഓരോ കഥകളിൽ കൂടെയാണ് ഞങ്ങളെ ഓരോ മലയാളത്തിലെ ആയാലും പുരാണ കഥകൾ ഒക്കെ എന്നെ വായനാശീലം വളർത്തിയത് ടീച്ചറായിട്ട് സംസ്കൃതം ടീച്ചർ തന്നെയാണ്. SSM-UPS എന്ന പേര് സംസ്ഥാന തലം വരെ എത്തി. ഇനിയും അതുപോലുള്ള അവസരങ്ങൾ ഈ SSM-UPSന് ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. അന്നത്തെ ഹെഡ് മാസ്റ്ററായ സുരേന്ദ്രൻ സാറിനെയും മറക്കാൻ കഴിയില്ല. എന്ത് കലാപരിപാടികളുണ്ടെങ്കിലും, കായിക പരിപാടികളുണ്ടെങ്കിലും, എക്സിബിഷനുകളുണ്ടെങ്കിലും എല്ലാത്തിനും നമ്മൾ ഇവിടെ നിന്ന് SSM-UPSൽ നിന്ന് വിദ്യാർത്ഥികളെ കൊണ്ടുപോവുക, അവരിൽ 1ാം സ്ഥാനം നേടി ട്രോഫികളുമായി എത്തി വരിക എന്ന് പറയുന്നത് സാറിനും വളരെ ഉത്സാഹമുണ്ടായിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. 1985 സ്കൂളിൻ്റെ മാനേജ്മെൻറ്റിൽ മാറ്റം വന്നു. പുതിയ മാനേജരായി N. സുഭാഷിതൻ സ്ഥാനമേറ്റു. 2011 വരെ അദ്ദേഹം തന്നെയായിരുന്നു SSM-UPSൻ്റെ മാനേജർ. 2011 മുതൽ N. സുരേന്ദ്രൻ മാനേജരായി തുടർന്നു പോരുന്നു. സ്കൂളിൻ്റെ നാളിതുവരെയുള്ള പ്രവർത്തനങ്ങളിൽ ശക്തമായ പിന്തുണയുമായി കാലാകാലങ്ങളിൽ വന്ന PTA ഈ വിദ്യാലയത്തിൻ്റെ വളർച്ചയിൽ നിർണായകമായ പങ്കാണ് വഹിച്ചത്. ആദ്യ PTA പ്രസിഡന്റ്, ഒറ്റശേഖരമംഗലം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റും സാമൂഹിക പ്രവർത്തകനുമായ ചെല്ലപ്പൻ വൈദ്യനായിരുന്നു. തുടർന്ന് PTA നയിച്ചവർ ഇവരായിരുന്നു. പൂഴനാട് എന്ന കൊച്ചു ഗ്രാമത്തെ അക്ഷര വെളിച്ചം നൽകി കൈപിടിച്ചുയർത്തിയ SSM-UPS ഇന്ന് 50 വർഷം തികയുകയാണ്. 1976 ഈ കൊച്ചു ഗ്രാമത്തിൽ വളരെ ദൂരെ നടന്നുപോയി കാൽനടയായി യാത്ര ചെയ്താണ് ഇവിടെയുള്ള സാധാരണ ആളുകളുടെ മക്കളൊക്കെ പഠിച്ചിരുന്നത്. അപ്പോൾ വളരെ കഷ്ടപ്പെട്ട് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഒരു തണലായി, കൈത്താങ്ങായി പൂഴനാടിൽ ഒരു സ്കൂൾ പിറക്കുകയാണ്. അങ്ങനെ സുവർണ ജൂബിലി ആഘോഷിക്കുന്ന ഈ സ്കൂളിൽ PTA പ്രസിഡൻ്റായിരിക്കുന്ന എനിക്ക് പൂർവ്വ വിദ്യാർത്ഥി എന്നുള്ള നിലയിലും അഭിമാനമുള്ള മുഹൂർത്തമാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. 50 വർഷം കഴിഞ്ഞ ഒരു വിദ്യാലയം എന്നുള്ള നിലയിൽ ധാരാളം വിദ്യാർത്ഥികളും വിദ്യാർത്ഥിനികളും ഈ സ്കൂളിൽ നിന്നും പഠിച്ച് വിവിധ മേഖലകളിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. കർഷകർ, വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ, മറ്റ് ഗവൺമെൻറ് സർവീസിലുള്ളവർ, ശാസ്ത്രജ്ഞന്മാർ, എന്തിനേറെ പറയുന്നു ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിൽ വരെ പഠിച്ച് ഡോക്ടറേറ്റ് നേടിയ ആളുകൾ പോലും ഈ വിദ്യാലയത്തിൽ, ഈ പൊതുവിദ്യാലയത്തിൽ പഠിച്ച വിദ്യാർത്ഥികളാണ്. എല്ലാ കാലത്തും ഈ ഗ്രാമത്തിന് വെളിച്ചം നൽകിയ ഈ വിദ്യാലയത്തിൻ്റെ മുന്നോട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് ഈ ഗ്രാമവാസി എന്നുള്ള നിലയിലും ഈ ഗ്രാമത്തിലുള്ള മറ്റെല്ലാ ആളുകളുടെയും സഹായവും സഹകരണവും ഈ സരസ്വതി ക്ഷേത്രത്തിനുണ്ടാകണം എന്ന് അഭ്യർത്ഥിക്കുന്നു. ദുരിതാശ്വാസ ക്യാമ്പുകളായും വിവാഹ മണ്ഡപങ്ങളായും വൈദ്യപരിശോധനാ ക്യാമ്പുകളായും കലാകായിക സംഗമവേദിയായും പലപ്പോഴും രൂപപരിണാമം സംഭവിച്ചിട്ടുള്ള SSM-UPS
പൂഴനാടിൻ്റെ ഹൃദയം സൂക്ഷിക്കുന്ന ഒരു സാംസ്കാരിക നിലയമാണ്. ഗുരുനാഥൻ ഈശ്വരന് തുല്യമാകുമ്പോൾ ഈ വിദ്യാകേന്ദ്രം ആരാധനാലയത്തിന് തുല്യമായി മാറുന്നു. സസ്നേഹം.